നല്ല ടേസ്റ്റി ആയിട്ടുള്ള പനീർ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പനീർ കറിയാണ് വെക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എടുത്തു വെച്ചിട്ടുണ്ട്. ഇവിടെ പനീർ ചെറിയ ക്യൂബ്സായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സവോള, ഒരു 2 വലിയ സവോള പൊടിയായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 2 തക്കാളി, കരിവേപ്പില, ഒരു 5 പച്ചമുളക്, ഒന്ന് അരച്ചെടുക്കാനായി കുറച്ച് അണ്ടിപ്പരിപ്പ്, അതുപോലെ തന്നെ മസാല, പെരുംജീരകം, 2 ഗ്രാമ്പു, 2 പട്ട, അതുപോലെ തന്നെ 2 ഏലക്ക എടുത്തു വെച്ചിട്ടുണ്ട്. അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്. പിന്നെ പൊടികൾ ഒരു 1/2 സ്പൂൺ, നമ്മൾ പച്ചമുളക് എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് 1/2 സ്പൂൺ മുളക് പൊടി, എരിവുള്ള മുളക് പൊടി, ഒരു 1/4 സ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി. അപ്പോൾ ഇത്രയും നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ കുരുമുളക് പൊടി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്രയാണ് നമ്മളുടെ ഇൻഗ്രീഡിയൻസ്. നമുക്ക് പനീർ കറി വെച്ച് തുടങ്ങാം. അടുപ്പ് കത്തിച്ച് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിൽ 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന മസാലകൾ ഇട്ട് കൊടുക്കുകയാണ്. മസാലകൾ ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന സവോള ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടെ ഇട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പിട്ടിട്ടുണ്ട്. കറിവേപ്പില, അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, പച്ചമുളക്, ഇത്രയും നന്നായി ചേർത്ത് ഇളക്കി കൊടുക്കുന്നുണ്ട്. സവോള ഒരു ട്രാൻസ്പെറൻ്റായി കിട്ടട്ടെ. സവോള ഒന്ന് ചെറുതായി വഴഞ്ഞു വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടികൾ ഇട്ട് കൊടുക്കാം. പൊടികളുടെ പച്ച മണം മാറുന്നത് വരെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തക്കാളിയും അണ്ടിപ്പരിപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഇനി നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇനി അടച്ചു വെച്ച് തക്കാളി നന്നായി വെന്തുടയുന്നിടം വരെ ഒന്ന് വേവിച്ചെടുക്കാം. തക്കാളി നല്ല വെന്തുടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തണുത്തതിന് ശേഷം ഇത് ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് അടിച്ചെടുക്കാം. തണുത്തിട്ടുണ്ട്. നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടിച്ചെടുക്കാം. ഒരു പാന് അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടി വരുമ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട്. ഈ അരപ്പ് ഒന്ന് നന്നായി ഇളക്കി എണ്ണയൊന്ന് തെളിഞ്ഞ് വരുന്നിടം വരെ ഇത് ഇളക്കി കൊടുക്കുക. ഈ അരപ്പിട്ട് ഒരു 2 മിനിറ്റ് എങ്കിലും നന്നായി ഇത് വഴറ്റി കൊടുക്കണം. അപ്പോഴാണ് ഈ അരപ്പിന് ടേസ്റ്റ് കൂടുക. നന്നായി വഴറ്റി ഒരു 2 മിനിറ്റ് വഴറ്റിയതിന് ശേഷം മാത്രമേ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാൻ പാടുള്ളൂ. കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്ത് മിക്സ് ചെയ്യുക. അപ്പോഴാണ് ഗ്രേവിക്ക് എത്ര വെള്ളം വേണമെന്ന് അതനുസരിച്ചിട്ടുള്ള വെള്ളമാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. ഒരു 1.5 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഗ്രേവി എത്ര തിക്നെസ് വേണോ അതനുസരിച്ച് വേണം നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കാൻ. നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയാണ്. അപ്പോൾ ഇത് തിളച്ച് വരട്ടെ. തിളച്ച് വന്നതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പനീർ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു 3 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം. ഗ്രേവി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പനീർ ഇട്ട് കൊടുക്കാം. ഒരു 3 മിനിറ്റ് ഇതിൽ കിടന്ന് വേവട്ടെ. മീഡിയം ഫ്ലെയിമിലാക്കി അടച്ചു വയ്ക്കുക. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പനീർ കറി റെഡി ആയിട്ടുണ്ട്. നല്ല തിക്ക് ഗ്രേവിയാണ്. നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പനീർ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്.